പല്ല് കമ്പി ഇട്ടിട്ടുള്ളവർ അല്ലെങ്കിൽ റൂട്ട് കനാൽ ചെയ്തിട്ട് ക്യാപ്പ് ഇട്ടിട്ടുള്ളവർ ഇനിയിപ്പോൾ ഏതെങ്കിലും പല്ല് മിസ്സായി പോയിട്ട് അവിടെ ക്രൗണും ബ്രിഡ്ജോ അല്ലെങ്കിൽ ഇംപ്ലാന്റോ വെച്ചിട്ടുള്ളവർ ഇനിയിപ്പോൾ ഇതൊന്നും വേണ്ട എന്നാ കഴിച്ചാലും പല്ലിൻ്റെ ഇടയിൽ കുടുങ്ങിയിരിക്കുന്നവർക്ക് ഇനി ഇതെടുത്ത് കളയാൻ വേണ്ടിയിട്ട് 3-4 തവണ ബ്രഷ് ചെയ്യുന്നവർ എന്നിട്ട് പച്ചയിർക്കിലി തൊട്ട് സേഫ്റ്റി പിൻ ടൂത്ത് പിക്ക് വിട്ട് പല്ലിൻ്റെ ഇടയിൽ കുത്തി ഇതെടുത്ത് കളയാൻ നോക്കുന്നവർ ഇവർക്കൊക്കെ സ്ഥിരമായിട്ട് എത്ര തവണ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലെ സാധനമാണ് ഓറാക്യൂറയുടെ ഈ വാട്ടർ ഫ്ലോസ്. അപ്പോൾ ഈ ബോക്സിലെ കണ്ടന്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും അപ്പം ഇത് തുറക്കുമ്പോഴത്തേക്കിനും ഇതൊക്കെയാണ് ഇതിലെ സാധനങ്ങൾ. ഒരു വാട്ടർ ഫ്ലോസർ ഉണ്ട്, പിന്നെ ഇതിൻ്റെ ആക്സസറീസ് എന്ന് പറഞ്ഞാൽ ഈ ബോക്സിൻ്റെ അകത്ത് ഇതേ നമ്മുടെ ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വാറണ്ടി കാർഡും ഡീറ്റെയിലും ഒക്കെ പറയുന്ന കാര്യങ്ങളാട്ടോ. പ്രൊഡക്റ്റ് മാനുവൽ ഉണ്ട്, ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്നുള്ള എല്ലാ കാര്യങ്ങളും. ഇതിൻ്റെ അകത്ത് നമുക്കുള്ളത് ഇത് നമ്മുടെ നാക്ക് വടിക്കുന്നതാണ് കേട്ടോ. ഇതാണ് വാട്ടർ ഫ്ലോസറിൻ്റെ മെയിൻ ആയിട്ടുള്ള വെള്ളം ചീറ്റുന്ന സാധനം. പിന്നെ ഇവിടെ ഒരു ചാർജറിൻ്റെ കേബിളും ഉണ്ട്, നമ്മുടെ സാധാ ചാർജറിൽ കുത്താൻ പറ്റുന്നതെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഈ ഒരു സാധനമാണ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാഗ്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ട്രാവലൊക്കെ ചെയ്യുവാണെങ്കിൽ ഇതെല്ലാം കൂടി ഇതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് ഇതങ്ങ് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി, ഇങ്ങനെ സെറ്റപ്പായിട്ട് ഇരുന്നോളൂ. ഇനിയിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇത് ഒരു തവണ ഫുള്ളായിട്ട് ചാർജ് ചെയ്യുവാണെങ്കിൽ പിന്നെ 2 ആഴ്ച സുഖമായിട്ട് ഓടിക്കോളും. പിന്നെ മെയിനായിട്ട് പല്ല് തേച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഈ സാധനം യൂസ് ചെയ്യേണ്ടത്, അല്ലാണ്ട് പല്ല് തേക്കുന്നതിന് ഇതൊരു റീപ്ലേസ്മെൻ്റ് ആയിട്ട് ആരും വിചാരിക്കരുത്. പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ഈ കാണുന്ന ഫ്ലോസറില്ലേ, ഇത് ഇവിടെ ഈ സ്വിച്ചിലോട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് വെക്കണം. ഇത് 360 ഡിഗ്രി കറങ്ങുന്ന സാധനമായതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് വെക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ ഫ്ലോസ് ചെയ്തതിന് ശേഷം നാക്ക് വടിക്കണമെങ്കിൽ ഇത് ഇവിടെ തന്നെ പ്രസ് ചെയ്തിട്ട് ദൂരിയാൽ മതി. എന്നിട്ട് ഒന്നും കൂടെ പ്രസ് ചെയ്യുക, ഈ സാധനം വെക്കുക, വേണ്ട രീതിയിൽ നമുക്കിത് കറക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ പ്രസ് ചെയ്ത് ഇതിനെ ഇങ്ങനെ എടുക്കാനും പറ്റും. ബാക്ക് ടു നമ്മുടെ ഈ സാധനം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ 2 ബട്ടൺ ഉണ്ട്, ഒന്ന് ഓൺ ഓഫ് പിന്നെ ഒരെണ്ണം മോഡും. ആദ്യം തന്നെ ചാടി കയറി ഈ ഓൺ ബട്ടൺ പ്രസ് ചെയ്യല്ലേ, നിങ്ങൾക്ക് ഏത് മോഡാണ് വേണ്ടതെന്ന് നോക്കണം. നോർമലും ഉണ്ട്, കസ്റ്റമും ഉണ്ട്, പൾസും ഉണ്ട്. അപ്പോൾ നോർമൽ തന്നെ യൂസ് ചെയ്താൽ മതി, അതാകുമ്പോൾ അത്യാവശ്യം നല്ല ഫോഴ്സിൽ തന്നെ വെള്ളം ചീറ്റിക്കോളും. കസ്റ്റം എന്ന് പറയുമ്പോഴത്തേന് കുറച്ച് ഫോഴ്സ് കുറയും. പൾസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ചാടി കയറി ഓണിലോട്ട് പ്രസ് ചെയ്യല്, അങ്ങനെ ചാടി ഓണിലോട്ട് പ്രസ് ചെയ്യുവാണെങ്കിൽ വെള്ളം നല്ല രീതിയിൽ ഒറ്റയടിക്ക് ചീറ്റി വരും. പിന്നെ അതെ ഈ ഒരു സാധനം തുറന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനം കിട്ടും കേട്ടോ. ആദ്യം അപ്പോൾ ഈ ബാക്ക് സൈഡിൽ ഈ കവർ തുറന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് വെള്ളം ഒഴിക്കണം. 2 ടൈപ്പിൽ നമുക്ക് ഫ്ലോസർ യൂസ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തത് നമ്മളിങ്ങനെ അടച്ചുകൊണ്ട് തന്നെ ഫ്ലോസർ ടിപ്പ് എക്സാക്റ്റ് ആയിട്ട് പല്ലിൻ്റെയും ഗംസിൻ്റെയും ആ മീറ്റ് ചെയ്യുന്ന പോയിന്റിൻ്റെ അങ്ങോട്ട് ഷൂട്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ നിറയുമ്പോഴത്തേക്കും തുപ്പിക്കളയണം. രണ്ടാമത്തത് ഇതേപോലെ ഫുള്ളായിട്ട് നമ്മൾ അടയ്ക്കുന്നില്ല, ഇങ്ങനെ ഇച്ചിരി തുറന്ന് വെച്ചുകൊണ്ട് തന്നെ. അപ്പോൾ പിന്നെ ഈ വെള്ളം വായിക്കകത്ത് നിറയുന്നതനുസരിച്ച് പുറത്തോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരുന്നുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ നോർമലായിട്ട് വെള്ളം ഉപയോഗിക്കുന്നതിന് പകരം കുറച്ച് മൗത്ത് വാഷും കൂടെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ പ്രത്യേകം നോക്കേണ്ടത് യൂസ് ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയുക. എന്നിട്ട് ഈ സാധനം ഇവിടുന്ന് ഊരി വെക്കുക. പിന്നെ എല്ലാം കൂടെ ഇതിനകത്തോട്ട് അങ്ങ് ഒറ്റയടിക്ക് അങ്ങ് വെച്ചാൽ മതി. ടങ് ക്ലീനറും എല്ലാ സാധനവും കൂടെ ഇതിൻ്റെ അകത്തോട്ട് വെക്കുക, അടച്ചു വെക്കുക. ഇനിയിപ്പോൾ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബാഗും ഉണ്ട്, അതുകൊണ്ട് മിസ്പ്ലേസ് ആവുന്നുള്ള പേടിയും വേണ്ട. അതിന് 2 ടൈപ്പ് ഉണ്ട്, ഒന്ന് ലൈറ്റ് വെർഷനും പ്രോ വെർഷനും. ഇപ്പം ഞാൻ കാണിച്ചേക്കുന്ന ലൈറ്റ് വെർഷനാണ്. അപ്പോൾ ഇതിൻ്റെ പ്രോ വെർഷൻ എന്ന് പറയുമ്പോഴത്തേക്കിനും വ്യത്യാസം എന്ന് പറയുമ്പോഴത്തേക്കിനും ടിപ്പ് എക്സ്ട്രാ 2 കൂടെ കാണും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ നമ്മുടെ ചാനലിൽ ഒരു ഗീവ് അവേ വരുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബേഴ്സിന് മാത്രമായിരിക്കും ഇത് ഉണ്ടാകുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുറകെ തന്നെ ഷോർട്സ് ഇടുന്നതായിരിക്കും. അപ്പോൾ അതിലൊന്ന് നോക്കിയാൽ മതി.